ചൊവ്വയ്ക്ക് 2 ചന്ദ്രന്മാരുണ്ട്, ഫോബോസും ഡീമോസും. ചൊവ്വയെ ഭ്രമണം ചെയ്യുന്ന ഈ ചന്ദ്രന്മാർ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ഗവേഷണങ്ങളുണ്ടായിരുന്നു. ഇതു സംബന്ധിച്ച് US ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ ഒരു പഠനത്തിൽ ശ്രദ്ധേയമായ വിവരങ്ങൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ഒരു ചിഹ്നഗ്രഹമാണ് ചൊവ്വയുടെ ചന്ദ്രന്മാർക്ക് വഴിയൊരുക്കിയതെന്ന സാധ്യതയിലേക്കാണ് പുതിയ പഠനങ്ങൾ. നാസയുടെ ആമിസ് റിസർച്ച് സെന്ററിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ ജേക്കബ് കീഗർസും സംഘവും നടത്തിയ പഠനത്തിലാണ് പുതിയ വസ്തുതകൾ തെളിയുന്നത്. ചുവന്ന ഗ്രഹത്തിന് സമീപത്തു കൂടി പോയ ഒരു ചിഹ്നഗ്രഹം ചൊവ്വയുടെ ശക്തമായ ഭൂഗുരുത്വബലത്താൽ ആകർഷിക്കപ്പെട്ട് തകർന്നിരിക്കാം. ഇതിനെ തുടർന്ന് ആ ചിഹ്നഗ്രഹം തകർന്നു പല കഷ്ണങ്ങളും പൊടിയുമായി രൂപപ്പെട്ടു. ഈ പൊടികളിലും കഷ്ണങ്ങളിലും പകുതിയോളം ചൊവ്വയുടെ ആകർഷണത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കാമെന്നും എന്നാൽ ബാക്കി ഭാഗം അവിടെ നിന്നെന്നും പഠനം പറയുന്നു. ഈ ഭാഗങ്ങൾ നീണ്ട കാലങ്ങളിലുള്ള ഭ്രമണത്തിൽ പരസ്പരം ഉരസിയും മറ്റും ഇന്നു കാണുന്ന രീതിയിലുള്ള 2 ചന്ദ്രന്മാരായി മാറിയെന്നും ഗവേഷകർ പറയുന്നു. കമ്പ്യൂട്ടർ സിമുലേഷനുകളുടെ സഹായത്താലാണ് ഈ പഠനം നടത്തിയത്. ഭയത്തിന്റെ ഗ്രീക്ക് ദേവനിൽ നിന്നാണ് ഫോബോസിന് പേർ കിട്ടിയിരിക്കുന്നത്. 2 ചന്ദ്രന്മാരിൽ ഏറ്റവും വലുത് ഫോബോസ് തന്നെ. ഫോബോസിൽ സ്റ്റിഗ്നി എന്ന പേരിൽ വലിയൊരു ഗർത്തമുണ്ട്. മറ്റൊരു ഗ്രീക്ക് ദേവനിൽ നിന്നാണ് ഡീമോസിനും പേരുകിട്ടിയിരിക്കുന്നത്. 6.2 കിലോമീറ്റർ വ്യാസമുള്ളതാണ് ഡീമോസ്.